വൃത്തിയാക്കി വരഞ്ഞെടുത്ത മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എന്നീ മസാലകൾ ചേർത്ത് നല്ല രീതിയിൽ പുരട്ടിയെടുക്കണം. എല്ലായിടത്തും കൃത്യമായി ചേരുന്ന വിധത്തിൽ നമ്മൾ തേച്ചു കൊടുക്കണം. കൂടാതെ ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് മസാലയെല്ലാം തന്നെ മീനിലേക്ക് നല്ല രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ ഒരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനും കൂടെ വെക്കണം. അതിനുശേഷം എണ്ണയൊഴിച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില നിരത്തിയതിന് ശേഷം അതിന് മുകളിലേക്ക് ഈ മീൻ ഓരോന്നായി അടുക്കി വെക്കണം. കറിവേപ്പില ഇങ്ങനെ നിരത്തിയാൽ മീൻ എളുപ്പത്തിൽ അടിയിൽ പിടിക്കത്തില്ല. മീൻ ഇരുവശവും മറച്ചിട്ട് നല്ല രീതിയിൽ മുരിയിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് പാകത്തിന് വറുത്തെടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ, കടുക് എന്നിവ പൊട്ടിച്ച ശേഷം ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില എന്നിവ ചേർത്ത് ഇളക്കുക. മസാല മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള, 2 പച്ചമുളക് എന്നിവ ചേർക്കണം. അതിനാവശ്യമായി ഉപ്പും ചേർത്ത് ഇളക്കി വഴട്ടിയെടുക്കണം. ഈ ഒരു പരിമമാകുന്ന സമയത്ത് ഇതുപോലെ ചുവന്ന് നല്ല രീതിയിൽ സവാള വെന്തുടഞ്ഞ ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് മസാല കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പാകമാകുമ്പോൾ അതിലേക്ക് തേങ്ങയുടെ 2 പാല് ഒഴിച്ച് ഇളക്കി 2 കുടംപുളി കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് ഒന്നുകൂടെ നോക്കണം. ഉപ്പ് പാകമല്ല എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പാകമാണെങ്കിൽ അതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായി പൊടിഞ്ഞു പോകാത്ത വിധത്തിൽ ചേർത്ത് കൊടുക്കണം. മീൻ പൊടിഞ്ഞു പോവാതെ നോക്കണം. പൊടിഞ്ഞ് കറിയിൽ ഇളകിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ ഇത് തിളച്ച് നല്ല രീതിയിൽ 2 പാലിൽ കിടന്ന് മീൻ ഒന്നുകൂടെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ അതിലേക്ക് വെള്ളം കൂടി ഒന്ന് വറ്റിയെന്ന് വെച്ചാൽ ഒന്ന് കുറുകി കഴിയുമ്പോൾ അതിലേക്ക് 1 പാല് ചേർത്ത് തിളയ്ക്കണ്ട. ചട്ടകം കൊണ്ടോ കയ്യിൽ കൊണ്ടോ ഇളക്കുന്നതിനേക്കാളും ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം മീൻ ഉടയാതെ ഇരിക്കും. അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഞെരടി തൂകി തണുത്ത് കഴിയുമ്പോൾ ഉപയോഗിക്കാം.